അടുത്ത ഒരു ജേണി ഇന്ന് ആരംഭിക്കുകയാണ്. എവിടേക്കുമല്ല, ഇന്ന് നാട്ടിലേക്ക് പോവാണ്. 7:35 നേടിയെത്തി. ശരിക്കും ഏതായാലും മോദി കി ജയ്, നിതിൻ ഗഡ്കരി കി ജയ്, അവർക്ക് രണ്ടാൾക്ക് ജയ് വിളിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ എത്തിയത്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചില്ല് കൂട് കാണാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവരോട് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ്. അല്ലെങ്കിൽ ചില്ലും കൂട്ടിൽ പലതും ട്രൈ ചെയ്യേണ്ടി വരും, എൻ്റെ വയർ അപ്സെറ്റ് ആവും അല്ലേ. പിന്നെ ദേവു നമ്മളെ ക്യാമറാമാൻ ഉണ്ട്. ക്യാമറാമാൻ വെരി ആക്റ്റീവ് ആണെന്ന്. കഴിഞ്ഞ നമ്മളെ ഇൻഫോസിസിൻ്റെ വ്ളോഗിൽ നമ്മൾ മിസ് ചെയ്തത് നമ്മളെ ക്യാമറാമാനാണ്. അതാണ് ഞാൻ പറഞ്ഞ ദേവു ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അപ്പോൾ ദേവു ഒരു അടിപൊളി ക്യാമറാമാനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5 മണി ആവാൻ പോകുന്നത്. നമ്മൾ 4 മണിക്ക് ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞില്ല അല്ലേ, നമ്മളൊരു ട്രിപ്പ് പോവാണ്. അടുത്ത ഒരു ജേണി ഇന്ന് ആരംഭിക്കുകയാണ്. എവിടേക്കുമല്ല, ഇന്ന് നാട്ടിലേക്ക് പോവാണ്. എൻ്റെ നാട്ടിലേക്ക്, കണ്ണൂർ പിലാത്രയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം 6.5 hour ജേണിയാണുള്ളത്. നമ്മൾ പിന്നെ 337 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എൻ്റെ വീട്ടിലെത്തും. അതും നമ്മൾ അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രോണിസിറ്റി കണക്ടിവിറ്റി, നമ്മൾ ഇവിടുന്ന് നേരെ ഫുൾ എക്സ്പ്രസ് ഹൈവേ ടു മൈസൂർ. അവിടുന്ന് അങ്ങോട്ടേക്കും പിന്നെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് മൈസൂർ വരെ നോ ടെൻഷൻ. ഇവിടുന്ന് നമ്മൾ നേരെ നൈസ് റോഡ് കയറുന്നു. നൈസ് റോഡിൽ നിന്ന് മൈസൂർ എക്സ്പ്രസ് ഹൈവേ കയറുന്നു. അവിടുന്ന് നേരെ മൈസൂർ എത്തുന്നു. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പ് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നാട് പിടിക്കാം. ഓക്കെ, കമോൺ. അങ്ങനെ നമ്മൾ ഒരു 5 minutes ഡ്രൈവ് ചെയ്തു. നൈസ് റോഡ് എത്തി. ഇതാണ് നൈസ് എൻട്രൻസ്. ഇവിടെ ഒരുപാട് സാധാരണത്തെ കാഴ്ച പോലെ തന്നെ നമ്മളന്ന് ജാലകളിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വണ്ടി ട്രക്കുകളെ കൊണ്ടുള്ള കളിയാണ് ഇവിടെ രാവിലെ. അതുകൊണ്ട് ഇവിടെ കുറച്ച് റഷ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ അപ്പോൾ നൈസ് റോഡ് കയറുന്നു. നമ്മൾ ഇവിടുന്ന് നൈസ് റോഡിൽ നിന്ന് മൈസൂർ റോഡിലേക്ക് എക്സിറ്റ് ചെയ്യുന്നു. മൈസൂർ റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. എക്സിറ്റ് ചെയ്തവിടെ നേരെ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറുന്നു. അങ്ങനെ മൈസൂർ വരെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നല്ല അടിപൊളി നൈസ് ഡ്രൈവ് ആയിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് മൈസൂർ എക്സ്പ്രസ് ഹൈവേ എൻട്രിയിൽ കാണാം. ഓക്കെ, അങ്ങനെ നൈസ് റോഡിലേക്ക് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസ് റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നന്ദി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എൻ്റർപ്രൈസസ്, അതാണ് നൈസ് റോഡിൻ്റെ ഫുൾ ഫോം. ആ കമ്പനിയാണ് ഈ നൈസ് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ 2010 ഇലക്ട്രോണിക് സിറ്റിയിൽ വരുന്നത്. 2009 ഇതിന് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇതൊരു ടോട്ടൽ പ്രൈവറ്റ് റോഡാണ് കേട്ടോ. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ റോഡല്ല. നൈസ് പറയുന്നത് ഈ നന്ദി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. ഈ അശോക് ശങ്കരപ്പ കെന്നി എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഓണർ ശരിക്ക്. പുള്ളി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ വലിയൊരു പ്രൊഡ്യൂസറാണ്. പിന്നെ വലിയൊരു ബിസിനസ്മാനാണ്. കർണാടക ബുൾഡോസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഓണറും പുള്ളിയാണ് കേട്ടോ. പിന്നെ പൊളിറ്റീഷ്യനാണ് പുള്ളി. കുറേ കാലമായിട്ട് പൊളിറ്റിക്സിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, പൊളിറ്റിക്സിലെ ആളാണ് പുള്ളി. അങ്ങനെ നമ്മൾ നൈസ് റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുന്നു. ഇതാണ് മൈസൂർ റോഡ് എക്സിറ്റ്. നമ്മൾ മൈസൂർ റോഡ് എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. എക്സിറ്റ് ചെയ്തിട്ട് നേരെ കണ്ട ഇത്രയും നേരം എന്ത് സ്പീഡിലാണ് നമ്മൾ വന്നത്. ഇവിടുന്ന് നേരെ അടുത്തത് നമ്മളെ മൈസൂർ ഹൈവേയിലേക്ക്. അത് എക്സ്പ്രസ് ഹൈവേ എന്നല്ല, മൈസൂർ ഹൈവേ എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയാം. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പം അവിടുന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് അധികം കണക്ഷനേ ഇല്ല. ഇറങ്ങിയിട്ടൊരു ജസ്റ്റ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എത്ര മാണ്ടിയും ഇത് വിടുതിയും അയിലക്കൊടിയും എല്ലാം പോയിട്ട് വേണം മൈസൂരെത്താൻ. അപ്പോൾ ഇവിടെ കണ്ടോ, അത് വലിയ ബോർഡ് വെച്ചിട്ടാണ് അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോ, മൈസൂർ ഹൈവേ അല്ലേ, എക്സ്പ്രസ് ഹൈവേ അല്ല, മൈസൂർ ഹൈവേ. ആദ്യം ഇവർ എക്സ്പ്രസ് ഹൈവേ എന്നാണ് പറഞ്ഞത്. പിന്നെ ആണ് ഇത് എക്സ്പ്രസ് ഹൈവേ ആയിട്ട് കണക്കൂട്ടാൻ പറ്റിയ. ഇതിന് ഒരുപാട് പിന്നെ
ടേണിങ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഇങ്ങനെ എക്സ്പ്രസ് ഹൈവേയിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. 120 കിലോമീറ്റർ സ്പീഡല്ല, ഇവിടെ ലിമിറ്റ് വന്നിട്ട് 100 കിലോമീറ്ററാണ് ഈ മൈസൂർ ഹൈവേയിലെ ലിമിറ്റ്. പക്ഷേ എഫക്റ്റീവ്ലി നമുക്കിതൊരു എക്സ്പ്രസ് ഹൈവേ ആണ്. 100ഉം ഞാനും 120 നമ്മൾ പോവും അറിയാണ്ട്. അപ്പോൾ പിന്നെ ചില സ്ഥലത്ത് പക്ഷേങ്കിൽ അത് കുറച്ച് സേഫ് അല്ല. നമ്മളെ ടേണിംഗ് ഒക്കെ പെട്ടെന്ന് വരുമ്പം അതൊരു പ്രോബ്ലമാണ്. ഇതിൻ്റെ എൻട്രി വന്നിട്ട് നമ്മൾ കുറച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റേഴ്സില്ല, ഒരു 200 ഏകദേശം 2, 3, 4, 5 കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ എൻട്രി. ഇതാണ് ടോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് അതിൻ്റെ എൻട്രി. ഇവിടുന്ന് ഇനി കയറിയാലും പിന്നെ ഇൻ ബിറ്റ്വീനിലൊക്കെ ഇറങ്ങുന്നവർക്ക് ഈവൻ മാണ്ടിയ അവിടെയും എവിടെയാണ് ഇറങ്ങേണ്ടവർക്കൊക്കെ അവിടെ ഓപ്പൺ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ അതിലൊക്കെ ആൾക്കാർ കയറി യൂസ് ചെയ്യുന്നതിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആക്സിഡൻറ്റ്, പിന്നെ റോബറി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇത് വന്നതിന് ശേഷം ഗവൺമെൻറ്റിന് തന്നെ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് പാർട്ടികളാണെങ്കിലും അവരൊക്കെ ഇതിനെ എതിർത്തിട്ടും ഇതായിട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് മൈസൂർ പോകുന്നവർക്കും കണ്ണൂർ പോകുന്നവർക്കും ഇതൊരു അടിപൊളി ഹൈവേ ആണ്. മോഡിജിയും നിതിൻ ഗഡ്കരിനെയും നമ്മൾ എപ്പോഴും ഓർക്കും ഇതിലേ പോകുമ്പം. അങ്ങനെ നമ്മൾ മൈസൂരെത്തി. എക്സ്പ്രസ് ഹൈവേ അല്ല, ഹൈവേൻ്റെ എക്സിറ്റിലാണ് ടോൾ കഴിഞ്ഞൂടെ. പക്ഷേ ഇതിൽ നിന്ന് മൈസൂർ എത്തുകയെന്ന് പറഞ്ഞാൽ ഈ ടോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് അഗെയിൻ ഫർദർ പോയാൽ ഒരു സിഗ്നലുണ്ട് നമ്മളെ കൊളംബിയ ഹോസ്പിറ്റലിൻ്റെ. പിന്നെ അവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ നേരെ ഹുൻസൂർ റോഡ് പിടിക്കുന്നു. ഹുൻസൂർ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരേ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? ഏത് റോഡാണ്? നമ്മളെ വീരാജ്പേട്ട റോഡിലെത്തും. ഇതാ നമ്മൾ അവിടുന്ന് ഓടി നോക്കിയ വീരാജ്പേട്ട റോഡിൻ്റെ അടുത്തെത്താനായി. ഇവിടുന്ന് ഞാൻ കുറേ കട്ട് ചെയ്ത് വിടുകയാണ്. പക്ഷേ എങ്കിൽ നമ്മളെ മെയിൻ പോയിൻ്റ് ഇതാ കേട്ടോ, നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇതാ. നമ്മളിപ്പം ഈ 2 റോഡില്ലേ, നേരെ പോയാൽ കുശാൽ നഗർ, മടിക്കേരി അങ്ങോട്ടൊക്കെ പോകും. ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂരേക്ക് പോകും. അങ്ങനെ നമ്മളിപ്പം ഇത് മടിക്കേരി റോഡാണ്. മടിക്കേരി കുശാൽ നഗർ മൈസൂർ ഹൈവേ. ഇതാണ് നമ്മളെ വീരാജ്പേട്ട ഗോണിക്കുപ്പെ നാട്ടിലേക്ക് പോകുന്ന വഴി. നമ്മളിപ്പോൾ സമയം 7:35 ഇടിയെത്തി. ശരിക്ക് പിന്നെ നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടാലും നൈസ് റോഡിൽ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു വണ്ടിയെല്ലാമായിട്ട്. അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നിൽ ഇവിടെ എത്തണ്ട. ഏതായാലും മോദി കി ജയ്, നിതിൻ ഗഡ്കരി കി ജയ്, അവർക്ക് രണ്ടാൾക്ക് ജയ് വിളിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ എത്തിയത്. ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ വന്നതിൽ പിന്നെയാണ് നമുക്ക് ഡ്രൈവിങ്, നാട്ടിലേക്കുള്ള ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഹെക്റ്റിക് അല്ലാത്ത ഒരു ഡ്രൈവാണ്. നമ്മൾ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി. അല്ലെങ്കിൽ ഇപ്പം മാണ്ടിയ അവിടെ എല്ലാ സിറ്റിയിലേക്കൂടി എല്ലാം മെല്ലനെ വരേണ്ടതാണ്. നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് നേരെ മൈസൂരേക്ക് എന്ന് പറയാം. ഒരു ട്രാഫിക്കും ഇല്ലാണ്ട് എക്സ്പ്രസ് ഹൈവേ റൂട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോഡിജിക്കും പിന്നെ നിതിൻ ഗഡ്കരിക്കും ജയ് വിളിച്ചത്. ആ ഒരു ഗംഭീരമായ ഹൈവേ അത്. അതുകൊണ്ട് നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നവർക്കൊക്കെ ആ ഹൈവേ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. നമ്മൾ അത്രയും പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റി. ഇനി നമ്മൾ ഇവിടുന്ന് അഗൈൻ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് നടുന്നിറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡാക്കിയതാണ്. നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഒരു വണ്ടിയിൽ ഒരു ഫുഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ദോശയൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരു ബ്രേക്ക് പോയിൻ്റ് ആണിത്. നാട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മളിവിടെ ഒന്ന് നിർത്തിയിട്ടേ പോവുള്ളൂ. ഇവിടെ നിന്ന് നിർത്തിയാൽ ഇവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഹൈവേയിലേക്ക് എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഓക്കെ, അവർ ജേർണി വിൽ കണ്ടിന്യൂ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് വണ്ടി. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതിൽ നിന്നാണ് മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പോവുക. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു കൂർഗ്, പിന്നെ എന്താ അതിൻ്റെ പേര്, കൂർഗ് വില്ലയോ കൂർഗ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് സൈഡാക്കൽ. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് നേരം വില്ലേജിലൊക്കെ ഡ്രൈവ് ചെയ്ത് ഇപ്പം നാഗർഹോളെ ടൈഗർ റിസർവിലെത്തി. ഇനി കുറേ ഫോറസ്റ്റിലേക്കൂടിയുള്ള ഓട്ടാണ്. ഈ നാഗർഹോളെ റിസർവിൻ്റെ പേര് ഇപ്പം മുന്നേ ഇത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കായിരുന്നു. അതിനെ മാറ്റിയിട്ടാണ് ഇപ്പം നാഗർഹോളെ റിസർവ് എന്നാക്കിയത്.
പണ്ട് നമ്മൾ ഇതിൽ പോകുമ്പം ഇറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു മൂത്രയിക്കാനൊക്കെ. പക്ഷേ ഈ ടൈഗർ എല്ലായിടത്തും ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇവിടെയൊന്നും നമ്മൾ ഇറങ്ങുകയില്ല ഇപ്പോൾ. ഈ നാഗർ ഹോളി എന്ന് പറഞ്ഞാൽ സർപ്പൻ്റ് റിവറാണ്. സർപ്പൻ്റ് റിവർ എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ നദി, അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഈ കാട്ടിലേക്കുള്ള ജേണി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. മഴക്കാലത്ത് നല്ല ഗ്രീനറിയും, ഇനി വേനൽക്കാലത്താണെങ്കിൽ ഡ്രൈ ആണെങ്കിലും രണ്ട് സമയത്തും ഭയങ്കര ബ്യൂട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഇന്നേ വരെ എത്ര ഫോട്ടോ വീഡിയോ എടുത്താലും അത് എടുക്കാണ്ട് വരാൻ പറ്റിയിട്ടില്ല. അത്രയും നല്ല രസമുള്ള ജേണിയാണ് ഈ ഫോറസ്റ്റിലേക്കൂടെയുള്ള ജേണി. ഇവിടെ കുറച്ച് റോഡൊക്കെ ഭയങ്കര അബദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പറഞ്ഞ പഠനം നല്ല റോഡ് മതി. ഈ റോഡാണ് ഇതിൻ്റെ ബ്യൂട്ടി. കണ്ട, ബ്ലാക്ക് റോഡിൽ വൈറ്റ് ലൈനും അപ്പുറം ഇപ്പുറമൊക്കെ ഫോറസ്റ്റും കുരങ്ങന്മാരുണ്ടാവും സൈഡിൽ. അതുകൊണ്ടൊരു നല്ല ജേണിയാണ്. നമ്മളിപ്പം നാട്ടിലേക്ക് വരുമ്പം നമ്മൾ ശരിക്കും ഡ്രൈവ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജേണിയാണ്. പിന്നെ ഈ കുടകിൽ ഇവിടെ എത്തുമ്പോൾ, മടിക്കേരി കുടകിലെല്ലാം എത്തുമ്പോൾ കണ്ടോ, അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റോഡ് സൈഡൊക്കെ. ഇവിടെയും ഒരു നല്ലൊരു പോയിൻ്റാണ്, വ്യൂ പോയിൻ്റ് എന്ന് പറയാം. നല്ല ഗ്രീനറി, അത് കട്ട് ചെയ്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പാർക്ക് പോലെ ആ ഗ്രാമത്തിലില്ലേ, ആ വില്ലേജിലില്ലേ ഒരു അതോറിറ്റി അതിനെ നല്ല ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതും നമ്മൾ എല്ലാ പ്രാവശ്യവും എൻജോയ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. അങ്ങനെ നമ്മൾ ഗോണി കൊപ്പയിലെത്തി. നമ്മളിപ്പം ഈ കാടിലെ കൂടെ ഓടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന അടുത്ത ഒരു പോയിൻ്റാണ് ഗോണിക്കൊപ്പ എന്ന് പറഞ്ഞ ടൗണ്. ഈ ടൗണിൽ എത്തുമ്പോൾ നമുക്കൊരു ഫീലോ നമ്മൾ ഗോണിക്കൊപ്പ എത്തി, ഇനി എത്താനായി അധികം ദൂരമില്ല. അപ്പോൾ ഇനി ഗോണിക്കൊപ്പയാണ് ഒരു പോയിൻ്റ്. നെക്സ്റ്റ് വന്നിട്ട് മാക്കൂട്ടം ചുരം. ആ ചുരം എത്തലാണ്. ചുരക്ക് എത്തുമ്പം തന്നെ നമ്മൾക്ക് ഫീലായി, നമ്മൾ നാട്ടിലെത്തി എന്നുള്ള ഒരു ഫീല് വരും നമ്മൾ ആ ചുരത്തിൻ്റെ അടുത്ത് എത്തുമ്പം. ഇപ്പം ഗോണിക്കൊപ്പ കഴിഞ്ഞ് നേരെ ഇനി റൈറ്റ് സൈഡിൽ പോവാണ് വീരാജ്പേട്ട. നമ്മൾ വീരാജ്പേട്ട ടൗണിൽ പോവാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് എടുത്തിട്ടാണ് മാക്കൂട്ടം ചുരത്തിലേക്കുള്ള റൂട്ടാണിത്. ഇതിലേക്കൂടെ കുറച്ച് ഇതേപോലെ ഓടുമ്പം തന്നെ ചുരം ശരിക്ക് മാക്കൂട്ടം ചുരത്തിന് മുന്നിൽ തന്നെ ഒരു ചുരം പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റോഡൊക്കെ കുറഞ്ഞ് വളവും തിരിവൊക്കെയാണ്. പക്ഷെ നല്ല റോഡാണ്, വലിയ മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഫോറസ്റ്റിൽ കുറച്ച് റോഡ് അബദ്ധമായിരുന്നു. നമ്മളിപ്പം എത്തിയതാണ്. ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് പോയാലും എത്തുന്നത് പിന്നെ വീരാജ്പേട്ടയാണ്. നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഇതാണ് നേരത്തെ പറഞ്ഞ ആ റിസോർട്ട്, കൂർഗ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിഫ്രഷ് ഏരിയ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനും. നല്ല ഫുഡ് അത്ര കൊള്ളൂല, നമ്മളത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വൈഫൈ ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി, ഒരു ബ്രേക്കും എടുത്തിട്ടില്ല. നമ്മൾ നേരെ അങ്ങ് ചുരം ഇറങ്ങി. കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം മനസ്സിലാവും ഈ ചുരത്തിൽ ഇറങ്ങുന്ന സമയത്തിൽ അത് ഭയങ്കര വളവും തിരിവാകുമ്പം ഓടിക്കുന്ന എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പുറകിലിരിക്കുന്നവർക്കും കുട്ടികൾക്കൊക്കെ ആ വളഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ വൊമിറ്റിംഗ് സെൻസേഷൻ ഒരു ഭയങ്കര പ്രോബ്ലമാണ്. ഈ മോഷൻ സിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളെ മൂവ്മെൻറ്റ് അതൊരു ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അവർ ഉറങ്ങുന്നതുകൊണ്ട് നമ്മളവിടെ നിർത്തിയില്ല. അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ടൊന്ന് റിഫ്രഷ് ചെയ്യായിരുന്നു. ഇനി അതുകൊണ്ട് നമുക്ക് ഈ ചുരം ഇറങ്ങി കഴിഞ്ഞിട്ടൊരു നല്ല ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ പിന്നെ സൈഡാക്കാം. അതാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞു, എല്ലാവർക്കും റിലാക്സായി. ഇനി ഇതേപോലെ കുറച്ചൊരു റോഡേ ഉള്ളൂ. നമ്മളിനി ഓടി അടുത്തൊരു ഫുഡല്ല ശരിക്കും റിഫ്രഷ്മെൻ്റാണ് വേണ്ടത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചുമ്മാ ഒരു സ്ഥലത്ത് പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിലൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇത് ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മളൊരു എക്സിറ്റ് എടുത്തത്. നമ്മൾ സാധാരണ ഈ കൊറോണ സമയത്തൊക്കെ വരുമ്പം ഈ സ്ഥലം കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. എന്തോ ഒരു ക്യൂ ആയിരുന്നവരെ ഇവിടെയൊക്കെ വന്ന് നമ്മൾ ക്യൂ കെട്ടി നിന്ന് RT-PCR അതൊക്കെ കാണിച്ച് അപ്രൂവലായിട്ട് നമുക്ക് വിടത്തുള്ളൂ. ഒരു വല്ലാത്ത ടൈമായിരുന്നു അത്. ഇപ്പം കൂളായി പോവുക. അതെന്ന് പറയുന്നത് നമ്മളെ ഫ്രീഡത്തിനെ ബ്രേക്ക് ചെയ്ത പോലെ. അങ്ങനെ നമ്മളെ കൂട്ടുപുഴ ബ്രിഡ്ജ് എത്തി. കൂട്ടുപുഴ ബ്രിഡ്ജ് ഫേമസ് ബ്രിഡ്ജാണ്. ഇത് പുതിയ ബ്രിഡ്ജാണ്. ഇതിൻ്റെ അപ്പുറത്താണ് പഴയ ബ്രിഡ്ജ്, ഒരു ഇടുങ്ങിയ ബ്രിഡ്ജ്. ഒരു ബസ് അങ്ങനെ ഇങ്ങൊന്നും പോകുമ്പം ഒരു സൈഡിലേക്കൂടെ മാത്രമേ പോവുള്ളൂ. എങ്ങനെ ഇവിടെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് പുതിയൊരു പാലം കിട്ടി. സോ ഇവിടെയും ട്രാഫിക് ഇല്ല. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കവർ ചെയ്ത് ഇവിടെ എത്തി. ഒരു ട്രാഫിക്കും ഇല്ല. അതൊരു നല്ല കാര്യം. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. 9:30 ശരിക്ക് 11:30 വീട്ടിലെത്തേണ്ട ടൈം കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം സൈഡ് ആക്കിയത് കൊണ്ട് അത് അങ്ങോട്ടേക്ക് ഒരു ½ an hour ചിലപ്പം ഡിലേ വരാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ജേണി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ചായ, ഉണ്ണിയപ്പല്ല ഇത് നെയ്യപ്പം, പിന്നെ ഗീ റോസ്റ്റ്, അടിപൊളി അല്ലേ. എനിക്ക് ഏടെ പോയാലും ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി സാധനം കണ്ട് നമ്മൾ വിടൂല, അറിയാണ്ട് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ മേടിച്ചു പോകും. ഭാഗ്യത്തിന് ഞാൻ ചില്ല് കൂട് കാണാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവരോട് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ്. അല്ലെങ്കിൽ ചില്ലും കൂട്ടിൽ പലതും ട്രൈ ചെയ്യേണ്ടി വരും, എൻ്റെ വയർ അപ്സെറ്റ് ആവും, ഉച്ചയാകുമ്പോഴേക്ക് തലവേനയും വരും. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാരാവിസ്, മോഡേൺ രാരാവിസ്, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി നെക്സ്റ്റ് ഏടി സ്റ്റോപ്പില്ല, നേരെ വീട്ടിലേക്ക്. ഇതിൻ്റെ അടുത്തൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നാട്ടിൽ വന്നാൽ ഹൈവേയിൽ, ഈവൺ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് രാത്രി തന്നെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റോഡ് സൈഡിൽ റെസ്റ്റോറൻറ്റ്, നല്ല രസമാണ്. രാത്രി ആണെങ്കിലും ലൈറ്റപ്പ് എല്ലാം ആക്കിയിട്ട് അത് കാണാനും എല്ലാം നല്ല അടിപൊളിയാണ്. രാത്രി ഫുഡ് തിരക്കേടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വിടുകയാണ്, നേരെ വിട്. ഇനി ഏടി സ്റ്റോപ്പില്ല, ഇനി നേരെ പിലാത്തറിലേക്ക്. അപ്പോൾ ഓക്കെ, പോവാം. കിച്ചു, വേർ ആർ യു? ലെറ്റ്സ് ഗോ. എവിടെയാ പോന്നേ? അച്ചച്ച ഹോമില. അനന്ത് പറയാം അച്ചച്ച ഹൗസാണ്, നീ പറയുന്ന അച്ചച്ച ഹോമാ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഏതായാലും നാട്ടിൽ പെട്ടെന്ന് നാട് പിടിക്കുക, നാട്ടിലെത്തിയിട്ടൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് പച്ചങ്ങ് വൈകുന്നേരം തന്നെ ഒരു റൗണ്ട് അടിക്കുക എവിടെയെങ്കിലും. ഇപ്രാവശ്യം നമ്മൾ ചാനലിലും തുടങ്ങിയതുകൊണ്ട് നമ്മളൊന്നും കൂടി ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും, നമ്മളെ നാട്ടിലെ പല സ്ഥലങ്ങളും. ഒരാൾക്ക് കാണിക്കാനുണ്ടാവുമ്പോൾ അന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലേ? ദേവു എന്ത് പറയുന്നത് അങ്ങനല്ലേ? പിന്നെ ദേവു നമ്മളെ ക്യാമറാമാൻ ഉണ്ട്, ക്യാമറാമാൻ വെരി ആക്റ്റീവാണിന്ന്. കഴിഞ്ഞ നമ്മളെ ഇൻഫോസിസിൻ്റെ വ്ളോഗിൽ നമ്മൾ മിസ് ചെയ്തത് നമ്മളെ ക്യാമറാമാനാണ്. അതാണ് ഞാൻ പറഞ്ഞത് ദേവു അന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അപ്പോൾ ദേവു ഒരു അടിപൊളി ക്യാമറാമാനാണ്, അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ.